നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഗസയിലേക്ക് സഹായം എത്തിച്ച് ബഹ്റൈൻ. ഗസയിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം എത്തിച്ച് ബഹ്റൈൻ. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഓണററി പ്രസിഡന്റ് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലാണ് സഹായങ്ങൾ എത്തിച്ചത്. ബഹ്റൈന്റെ കീഴിലുള്ള ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ജോർഡൻ ഹെഷമൈറ്റ് ചാരിറ്റി ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. ഹമദ് രാജാവിന്റെ സഹായം നൽകാനുള്ള നിർദ്ദേശത്തിന് RHF സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അലി ബിൻ ഖലീഫ നന്ദി അറിയിച്ചു. ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യവും അവരെ പിന്തുണയ്ക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ, ഭക്ഷണങ്ങൾ, കുട്ടികളുടെ അവശ്യ വസ്തുക്കൾ, പുതപ്പുകൾ, വസ്ത്രങ്ങൾ, ടെന്റുകൾ എന്നിവയടങ്ങിയ സഹായ സാമഗ്രികളാണ് ഗസയിലേക്ക് കയറ്റി അയച്ചത്. KCA ലേഡീസ് വിംഗ് വനിതാ ദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. KCA അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷൂറ കൗൺസിൽ അംഗം നാൻസി ഖേത്തൂരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബഹ്റൈൻ മാഗസിൻ എഡിറ്റർ മീര രവി, ലൈഫ് ആൻഡ് സ്റ്റൈൽ മാനേജിംഗ് ഡയറക്ടർ ഹീന മൻസൂർ, ന്യൂ ഇന്ത്യ അഷ്വൻസ് CEO നിമിഷ സുനിൽ ഖദം, ആർട്ടിസ്റ്റും മൗണ്ടനിയറുമായ മധു ശാരദ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് മുഖ്യാതിഥി നാൻസി ഖേത്തൂരിക്ക് KCA ബീക്കൺ ഓഫ് ഹാർമണി അവാർഡ് സമ്മാനിച്ചു. മീര രവിക്ക് മീഡിയ എക്സലൻസ് അവാർഡും, ഹീന മൻസൂറിന് ട്രേഡ് ബ്ലേസർ ഇൻ ബിസിനസ് അവാർഡും, നിമിഷ സുനിൽ ഖദമിന് ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് അവാർഡും, മധു ശാരദയ്ക്ക് ക്രിയേറ്റീവ് വിഷണറി അവാർഡും സമ്മാനിച്ചു. KCAയിലെ മുതിർന്ന വനിതാ അംഗങ്ങളെയും ലേഡീസ് വിംഗ് മുൻ പ്രസിഡന്റ്മാരെയും ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി സിമി അശോക് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷൈനി നിത്യൻ, ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, ലേഡീസ് വിംഗ് കൺവീനർ ലിയോ ജോസഫ്, ചിൽഡ്രൻസ് വിംഗ് കൺവീനർ സജി ലൂയിസ് എന്നിവർ സംസാരിച്ചു. പ്രവാസി ലീഗൽ സെൽ ഡിസബിലിറ്റി റൈറ്റ്സ് വിംഗ് പ്രവർത്തനോദ്ഘാടനം മാർച്ച് 19-ന്. പ്രവാസി ലീഗൽ സെൽ ആരംഭിക്കുന്ന ഡിസബിലിറ്റി റൈറ്റ്സ് വിംഗ് പ്രവർത്തനോദ്ഘാടനം മാർച്ച് 19-ന് സംഘടിപ്പിക്കും. പ്രവാസ മേഖലയിലുള്ള ഭിന്നശേഷിക്കാർക്ക് ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടത്തുന്നതിനും തൊഴിൽ നേടുന്നതിനും മറ്റും പല ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഭിന്നശേഷിക്കാരെ കൂടുതൽ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി ലീഗൽ സെൽ ഡിസബിലിറ്റി റൈറ്റ്സ് വിംഗ് ആരംഭിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അധ്യക്ഷൻ റിട്ടയർഡ് ജഡ്ജ് P മോഹനദാസാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തുടർന്ന് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് ജഡ്ജ് പഞ്ചാബ് കേശൻ മുഖ്യപ്രഭാഷണം നടത്തും. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ A അസ്ഗർ ആശംസ അർപ്പിക്കും. പ്രവാസ മേഖലയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ പുതിയ സംരംഭത്തിലൂടെ ശ്രമിക്കുമെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവ് സുധീർ തിരുനിലത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ICF ഉംറ സംഘത്തിന് യാത്രയയപ്പ് നൽകി. ICF ബഹ്റൈൻ ഉംറ സർവീസിന് കീഴിലുള്ള റമദാനിലെ രണ്ടാമത്തെ ഉംറ സംഘത്തിന് യാത്രയയപ്പ് നൽകി. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി കൊടുവള്ളി, മുസ്തഫ ഹാജി കണ്ണപുരം, ഇബ്രാഹിം സഖാഫി, ഷംസുദ്ദീൻ സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ICF ഉംറ സർവീസിന് കീഴിലുള്ള അടുത്ത സംഘം മാർച്ച് 20-നും ഈ സീസണിലെ അവസാന സംഘം ഏപ്രിൽ 3-നും യാത്ര തിരിക്കുമെന്നും വിശദ വിവരങ്ങൾക്ക് 38859029 3337 2338 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈൻ മലയാളി കുടുംബം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ബഹ്റൈനിലെ മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി കുടുംബം റമദാൻ മാസത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കൊപ്പം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അറാദിലെ ഷിപ്പിംഗ് കമ്പനിയിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ 175ഓളം തൊഴിലാളികൾ പങ്കെടുത്തു. സഹകരിച്ച എല്ലാവർക്കും BMKക്ക് വേണ്ടി ഉപദേശക സമിതി അംഗവും ഇഫ്താർ മീറ്റ് കോർഡിനേറ്ററുമായ അബ്ദുൾ റഹ്മാൻ കാസർഗോഡ്, പ്രസിഡന്റ് ധന്യ സുരേഷ്, സെക്രട്ടറി രാജേഷ് ഡാഗവ് ഉണ്ണിത്താൻ, ആക്ടിംഗ് ട്രഷറർ പ്രദീപ് കാട്ടിൽപ്പറമ്പിൽ എന്നിവർ നന്ദി അറിയിച്ചു. ബഹ്റൈൻ മലയാളി ഫോറം 2025-26 പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളை. ബഹ്റൈൻ മലയാളി ഫോറം 2025-26 പ്രവർത്തന വർഷത്തെ പരിപാടികൾക്ക് ജയഗീതങ്ങളോടെ തുടക്കമായി. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. വർത്തമാനകാലത്ത് സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങളുടെ ആവശ്യകത വളരെ പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരി ഷബിനി വാസുദേവ് സാംസ്കാരിക പ്രവർത്തന നേതൃത്വത്തിൽ സ്ത്രീകൾ കടന്നുവരണമെന്നും അത്തരം തുല്യതയുടെ ബഹുസ്വരത ബഹ്റൈൻ മലയാളി ഫോറത്തിൽ കാണാനായെന്നും അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ SV ബഷീർ,
അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രനെയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെയും ഓർമ്മപ്പെടുത്തി. BMF പ്രസിഡന്റ് ദീപ ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സുരേഷ് വീരച്ചേരി സ്വാഗതവും അബ്ദുൾ സലാം നന്ദിയും അറിയിച്ചു. ബഹ്റൈൻ മലയാളി ഫോറം രക്ഷാധികാരി ബാബു കുഞ്ഞിരാമൻ, സോമൻ ബേബി, ACA ബക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരായ R പവിത്രൻ, രജിത സുനിൽ, ഹേമ വിശ്വംഭരൻ, അൻവർ നിലമ്പൂർ, സൽമാൻ ഫാരിസ്, മൻഷീർ, അനിൽ UK, വിനയ് ചന്ദ്രൻ, അശോക് ശ്രീശൈലം, ഷിബിൻ തോമസ്, രഞ്ജു വർക്കല, സതീഷ് മുതലയിൽ, BMF എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങ് നിറഞ്ഞ സദസ്സിനാൽ ശ്രദ്ധേയമായി. റജി ജോയുടെ നേതൃത്വത്തിൽ റജീന ഇസ്മായിൽ, ബബിന സുനിൽ എന്നിവർ അവതാരകയായ ചടങ്ങുകൾ നിയന്ത്രിച്ചു. സെഗിയ ഫീനിക്സ് അക്കാദമിയിൽ ചേർന്ന യോഗത്തിൽ ജയഗീതങ്ങൾ ഭാവഗായകന് ഗാനസമർപ്പണവുമായി ഒട്ടേറെ ഗായകർ സുകേഷിന്റെ നേതൃത്വത്തിൽ അണിനിരന്നു. ഗായകരായ ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, ദിനേശ് ചോമ്പാല, എൽദു, അജയ് ഘോഷ്, രഞ്ജിത്ത്, വൃന്ദ, ജോത്സ്ന, റസാഖ്, ബെവ് സുഗതൻ, വിശ്വവിനോദിനി, വിവേക്, റോബിൻ, വിദ്യ, സന്തോഷ് നാരായണൻ, വിശ്വൻ എന്നിവർ ഭാവഗാനങ്ങൾ ആലപിച്ചു. ബഹ്റൈൻ മലയാളി ഫോറം വരും നാളുകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ബഹുസ്വരതയുടെ ഭൂമിക ബഹ്റൈനിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉറച്ച കൽവപ്പയോടെയാണ് ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന സൂചനയായിരുന്നു പരിപാടിയിൽ ഉടനീളം ദൃശ്യമായിരുന്നത്. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മറ്റു വാർത്തകളിലേക്ക്. വിസിറ്റ് വിസ ഇനി കർശന ഉപാധികളോടെ നടപടിയുമായി സൗദി വിദേശകാര്യ മന്ത്രാലയം സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റ് വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തി. വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്ന് സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകൾ മന്ത്രാലയം പിൻവലിച്ചു. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏത് തരം വിസയാണ് അനുവദിക്കേണ്ടതെന്ന് ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ തീരുമാനിക്കാം. അതേസമയം സൗദിയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷയിൽ 2 മാസം മുൻപാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ഒരു വിസയിൽ സൗദിയിലേക്ക് പലവട്ടം വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം നേരത്തെ പിൻവലിച്ചിരുന്നു. ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും VFS കേന്ദ്രങ്ങളിൽ സൗകര്യം പുനഃസ്ഥാപിച്ചില്ല. അപേക്ഷിക്കുന്ന എല്ലാവർക്കും സിംഗിൾ എൻട്രിയാണ് അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി സൗകര്യം പിൻവലിച്ചു. ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ മാത്രമായിരിക്കും വിസ അനുവദിക്കുന്നതിൽ അധികാരം ഉണ്ടായിരിക്കുക. പാകിസ്ഥാൻ അടക്കം 40-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. പാകിസ്ഥാൻ അടക്കം 41 വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം നടപടികൾ ആരംഭിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി. കുഴപ്പക്കാരായ രാജ്യങ്ങളെ 3 വിഭാഗമാക്കി മാറ്റി ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് US-ലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരാനാണ് തീരുമാനം. ഭീകരവാദവും കമ്മ്യൂണിസവും രൂക്ഷമായ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ക്യൂബ, വടക്കൻ കൊറിയ എന്നിങ്ങനെ 10ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസകൾ പൂർണ്ണമായും റദ്ദാക്കും. ലാവോസ്, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ തുടങ്ങിയ 5 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നതിന് ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ടൂറിസ്റ്റ്, വിദ്യാർത്ഥി, കുടിയേറ്റ വിസകൾക്കാണ് നിയന്ത്രണം.
പാകിസ്ഥാനും ഭൂട്ടാനും അടക്കം 26 രാജ്യങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത്. US മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഈ രാജ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ ഭാഗികമായി റദ്ദാക്കാനുമാണ് ട്രംപ് ഭരണകൂടത്തിന് മുന്നിലുള്ള പദ്ധതി. വിസ നിയന്ത്രണങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി ലഭിച്ചിട്ടില്ല എന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KSRTCയുടെ 1000 സ്കെഡ്യൂളുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ നീക്കം. കടുത്ത പ്രതിസന്ധിയിൽ തുടരുമ്പോഴും KSRTC റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കം ഗതാഗത വകുപ്പിൽ തകൃതി. സ്വകാര്യ മേഖലയ്ക്ക് നൽകേണ്ട റൂട്ടുകളുടെ കാര്യത്തിൽ തീരുമാനമായതായാണ് വിവരം. ദീർഘദൂര സർവീസുകൾക്ക് സ്വതന്ത്ര കമ്പനിയായി സ്വിഫ്റ്റ് രൂപപ്പെടുത്തിയിട്ടും KSRTCയുടെ ഷെഡ്യൂളുകൾ കുറയുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2016 ഏപ്രിലിൽ 5809 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. 2025 ജനുവരിയിൽ ഇത് 4725 ആയി. 9 വർഷത്തിനിടെ ഇല്ലാതായത് 1084 ഷെഡ്യൂളുകൾ. പൊതുഗതാഗത സംവിധാനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന കാലത്ത് പൊതുനിരത്തുകളിൽ KSRTCയുടെ സാന്നിധ്യം കുറയുകയാണ്. കിലോമീറ്ററിന് 35 രൂപ കിട്ടാത്ത സർവീസുകൾ നിർത്താനാണ് ഡിപ്പോകൾക്ക് അധികൃതരുടെ നിർദ്ദേശം. ഇതോടെ ഗ്രാമീണ മേഖലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ നടത്തിയിരുന്ന സ്കെഡ്യൂളുകളിൽ ഭൂരിഭാഗവും ഇല്ലാതായി. ഈ മേഖലകളിലെ യാത്രാക്ലേശത്തിന്റെ മറവിൽ സ്വകാര്യ ബസ്സുകൾക്ക് ലാഭകരമായ പെർമിറ്റുകൾ നൽകാനാണ് നീക്കം. KSRTCക്ക് 1000 സ്കെഡ്യൂളുകൾ കുറയുമ്പോൾ സംസ്ഥാന വ്യാപകമായി 1000 സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. വയനാട് പുനരധിവാസം 2ാം ഘട്ട 2A അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 87 ഗുണഭോക്താക്കളാണുള്ളത്. ദുരന്ത പ്രദേശത്ത് വിദഗ്ധ സമിതി രേഖപ്പെടുത്തിയ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിൽ സ്ഥല പരിശോധന നടത്തിയാണ് 81 പേരുൾപ്പെട്ട കരട് 2A ലിസ്റ്റ് തയ്യാറാക്കിയത്. കളക്ടറേറ്റ്, മാനന്തവാടി സബ് കളക്ടർ ഓഫീസ്, വൈത്തിരി താലൂക്ക് ഓഫീസ്, വെള്ളരിമല വില്ലേജ് ഓഫീസ്, മേപ്പാടി ഗ്രാമപഞ്ചായത്തിലും ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും വെബ്സൈറ്റുകളിലും പൊതുജനങ്ങൾക്ക് അന്തിമ പട്ടിക പരിശോധിക്കാം. അന്തിമ പട്ടികയിൽ ആക്ഷേപം പരാതിയുള്ളവർക്ക് ദുരന്ത നിവാരണ വകുപ്പിൽ നൽകാമെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഓൾ റൗണ്ട് മികവിൽ മുംബൈ, എറിഞ്ഞു വീഴ്ത്താൻ ഡൽഹി. വനിതാ പ്രീമിയർ ലീഗ് കലാശ പോരാട്ടം ഇന്ന് രാത്രി 8 മണിക്ക് മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളിലെ മലയാളി സാന്നിധ്യവും മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണ്. മലയാളി താരങ്ങളായ മിന്നു മണി ഡൽഹിക്കായും സജന സജീവൻ മുംബൈക്കായും കളിക്കാനിറങ്ങും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.